നമുക്ക് കുറച്ച് PYQs ഒന്ന് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് അതിന്റെ നടപടികൾ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു PYQs വെച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു വിശാലത കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. എങ്ങനെ പഠിക്കണം സാർ, ഇങ്ങനെ പറഞ്ഞപ്പോ ശരിയാ അങ്ങനെ വരണം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരണം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഈ ഭാഗത്ത് നിന്ന് ഈ സെക്ഷൻ പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പൊ 40 to 53, മറ്റൊന്ന് 31, 32 എന്ന് പറഞ്ഞ നമ്മൾ സെക്ഷൻ പറഞ്ഞില്ലേ, ആ സെക്ഷൻ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് PSC ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയാണ് PSC ആ സെക്ഷൻ അവിടെ പറയുന്നത്. അപ്പൊ അതവിടെ ഒരു പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക, എന്റെ മക്കളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് റെഫർ ചെയ്ത് നോക്കാം. വിൽ ബി റെഫറിങ് എ ക്വസ്റ്റ്യൻ പേപ്പർ. സോ കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, 2024 റീസെന്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ ഹിസ്റ്ററി ജിയോഗ്രഫി ഭാഗങ്ങളൊക്കെയാണ്. താഴോട്ട് പോട്ടെ ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ, അത് നമുക്ക് വരുന്നതല്ല. താഴോട്ട് പോട്ടെ 31, 32, യെസ്, അവിടെ ഒന്നുമല്ല നമ്മുടെ വരുന്നത്. ടെമ്പറേച്ചർ, ഗ്യാസ് ബേസ്, യെസ്, ജോലി വരുന്നു, യെസ്, പോട്ടെ 5, യെസ്. നോക്കൂ, അബ്കാരി ആക്ടിന് കീഴിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേതാണ്? അപ്പൊ ഇത് നമ്മൾ എവിടെയാ പഠിച്ചത്? നമ്മളെ ഫസ്റ്റ് പോർഷൻ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത് പറയുന്നുണ്ട്. സെക്ഷൻ 40 to 53 ചെക്ക് പോസ്റ്റിൽ നിയമിക്കപ്പെട്ട SIS പോസ്റ്റ് ചെയ്യുന്ന അധികാരപരിധിയുണ്ട്, ഇങ്ങനെ പറയുന്നു. അപ്പൊ എന്താണ്, കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, സെക്ഷൻ ചോദിക്കുന്നിടത്ത് നിന്ന് എവിടെയാണോ PSC സെക്ഷൻ കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്, ഡയറക്റ്റ് ഹിറ്റ് ആണത്. നമുക്ക് ആ സെക്ഷൻ, കൺസേൺഡ് സെക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലായി. ഓക്കെ, അതായിരിക്കും നമ്മൾ എടുക്കുക. യെസ്, ആൻസർ A ആണ്. അപ്പൊ ജസ്റ്റ് നോക്കുക. ലാൻഡ് ഹോൾഡേഴ്സ് ആൻഡ് അതർ ഹാസ് ഗിവൺ ഇൻഫർമേഷൻ കണക്ഷൻ വിത്ത് എനി മാനുഫാക്ചർ ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റഡ് ഡ്രഗ്സ് നോട്ട് ലൈസൻസ്ഡ് അണ്ടർ ദി ആക്ട് ടു, ആർക്കാണ് പരാതി കൊടുക്കേണ്ടത്? ഓക്കെ, ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരും മറ്റുള്ളവരും ഈ ആക്ട് പ്രകാരം ലൈസൻസ് ഇല്ലാതെ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആർക്ക് നൽകാം? ഓക്കെ, ആർക്ക് നൽകാം? മജിസ്ട്രേറ്റിന് കൊടുക്കാം, അബ്കാരി ഓഫീസർക്ക് കൊടുക്കാം, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാം. അതൊക്കെ നമ്മൾ എന്താണ് ഈ പറയുന്നത് പോലെ ഈ സെക്ഷൻ, കൺസേൺഡ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അതിൽ വരുന്നതാണ്. ഇനി കോപ്റ്റ ആക്ട് നമ്മൾ പറഞ്ഞല്ലോ. കോപ്റ്റ നിയമപ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന കുറ്റവാളിക്ക് എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചുമത്താവുന്ന പിഴ എത്ര കവിയാൻ പാടില്ല എന്നുള്ളതാണ്. യെസ്, അതിന്റെ ഉത്തരം വരുന്നത് DS 200 രൂപ അല്ലെ? യെസ്, 200 രൂപയാണ് പിഴ അടയ്ക്കുക. ഓക്കെ, പബ്ലിക് സ്മോക്കിങ്ങിന് കോപ്റ്റ ആക്ട് പ്രകാരം 200 രൂപയാണ് പിഴ. അപ്പൊ ഇത്തരത്തിലുള്ള നോക്കുന്ന, ഞാനത് കോപ്റ്റ ആക്ടിലെ സെക്ഷൻ അല്ലെങ്കിൽ റേഞ്ച് അതിൽ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? അബ്കാരി ആക്ടിലെ പഠിക്കണം, NDPS പഠിക്കണം, കോപ്റ്റ ആക്ടിലെ പഠിക്കണം. അബ്കാരി ആക്ടിൽ നിന്ന് ചോദ്യം വന്നോ, കോപ്റ്റ ആക്ടിൽ നിന്ന് ചോദ്യം വന്നോ, ഇനിയിപ്പോ താഴോട്ട് വരുമ്പോൾ NDPS നിന്നും വരും. അടുത്തത് ഹയറാർക്കിക്കൽ ക്വസ്റ്റ്യൻ. ദ ഇമ്മീഡിയറ്റ് ഒഫീഷ്യൽ സുപ്പീരിയർ ടു എക്സൈസ് ഇൻസ്പെക്ടർ ഇൻ ദ ഹയറാർക്കി. ആരാണ് എക്സൈസ് ഇൻസ്പെക്ടറുടെ തൊട്ടു മുകളിലുള്ള ആള്? ഓക്കെ, ആരാണെന്നാണ് പറയുന്നത്? BS. ഹയറാർക്കിയാണ് ചോദിച്ചിരിക്കുന്നത്, മനസ്സിലാവും. Under which of the following statements are true in case of abkari inspectors under the act? അബ്കാരി ഇൻസ്പെക്ടർമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണ് ട്രൂ ആയിട്ടുള്ളതെന്ന് നോക്കുക. എന്റെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ എന്താണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അബ്കാരി ഇൻസ്പെക്ടേഴ്സ് were appointed by exercising powers under section 4D of the Abkari Act. നോക്കൂ, 4D of the Abkari Act ഇത് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ തന്നിരിക്കുന്ന സിലബസിൽ 4D പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ചോദ്യം വന്നത് കണ്ടോ, സെക്ഷൻ D പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചാണ് അബ്കാരി ഇൻസ്പെക്ടർമാരെ നിയമിച്ചിരിക്കുന്നത്. അവർക്ക് അബ്കാരി ആക്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളും ചുമതലകളും നിർവഹിക്കാൻ കഴിയും. മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ ഏതാണ് സെക്ഷൻ 4D വിവരിക്കുന്ന ചുമതലകളും അധികാരങ്ങളും അനുയോജിക്കുന്നത്? അപ്പൊ ഒന്ന് മനസ്സിലാക്കൂ. അതാണ് ഞാൻ പറയുന്നത്, സെക്ഷൻ 1 പഠിക്കണം, 2 പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എനി റെലവന്റ് സെക്ഷൻ, നമുക്ക് റെലവന്റ് സെക്ഷൻസ് ഉണ്ടാവും. ആ റെലവന്റ് സെക്ഷൻസ് എല്ലാം സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പഠിക്കണം. ഇപ്പൊ ചോദ്യം വന്നത് കണ്ടോ, അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ടില്ല, ജൂറിസ്ഡിക്ഷനിൽ നിന്നാണ് ക്ലാസ് സിലബസ് തുടങ്ങുന്നത്. പക്ഷെ അപ്പോയിന്റ്മെന്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, പക്ഷെ നമ്മളത് പഠിക്കും. ഇനി പവേഴ്സ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ,
സെക്ഷൻ 11 ക്ലാസ്സിലെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സിലബസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തങ്ക ലിപികളിൽ എഴുതി വെക്കണം സെക്ഷൻ 11 എന്ന്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 11 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, എന്താണ് അബ്കാരി ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം പ്രത്യേക പെർമിറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും നിർവഹിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ അധികാര വിപുലീകരണത്തിന് ഇവിടെ സെക്ഷൻ 11 ചെയ്യാവുന്നത് ഏതൊക്കെ പെർമിറ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബി ട്രാൻസ്പോർട്ട് പെർമിറ്റ് കമ്മീഷണറുടെ അനുവാദത്തോടു കൂടി ചെയ്യാമെന്ന് നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയിരുന്നു. ഇനി അടുത്ത ചോദ്യം ഇവിടെ 89ാമത്തെ ചോദ്യം. വിച്ച് സെക്ഷൻ ഓഫ് ദി അബ്കാരി ആക്ട് ഓതറൈസസ് ഓഫീസേഴ്സ് ടു ഇൻസ്പെക്ട് ലൈസൻസ്ഡ് പ്രിമൈസസ്? ഈ സെക്ഷനുകളെല്ലാം നമ്മൾ സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചതല്ലേ? ഓർമ്മയുണ്ടോ? 31, 32, 35 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ടാമത് പഠിച്ച മൂന്നാമത്തെ മൊഡ്യൂൾ അത് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ പറയുന്നത്, സെക്ഷൻ എവിടെയെങ്കിലും PS ഏത് ആക്ട് ആയിക്കൊള്ളട്ടെ, ഏത് പരീക്ഷ ആയിക്കൊള്ളട്ടെ, PS എവിടെയെങ്കിലും സെക്ഷൻ പറയുന്നുണ്ടോ? നിസ്സംശയം നമുക്ക് പറയാം അതിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും, നിസ്സംശയം പറയാം. ഓക്കെ, വിച്ച് ഓഫീസർ ഓഫ് ദി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് duly appointed to control brewery control, breweries, distilleries, wineries സിലബസിന്റെ ഭാഗമല്ലേ? അതിൽ നിന്ന് ചോദ്യം വന്നിരിക്കുന്നു. ആരാണ്? സർവേയിങ് ഓഫീസർ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം, മറ്റേ കൺസേൺഡ് ആയിട്ടുള്ള നമ്മൾ കൺസേൺഡ് സെക്ഷൻ എടുത്ത് നമ്മൾ നോക്കും കേട്ടോ. ഓതറൈസ് ടു ഇൻസ്പെക്ട് വൈനറീസ്. അടുത്തത് ബ്രൂവറി വന്നു, വൈനറി വന്നു. യെസ്, ഓൾ ഓഫീസേഴ്സ് ഓഫ് ദി എക്സൈസ് ഇൻസ്പെക്ടർ. 92 അബൌട്ട് അബ്കാരി ഓഫീസറിനെ സംബന്ധിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻവെസ്റ്റിഗേറ്റഡ്. ഇത് സെക്ഷൻ 4, 5 ഒന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല, ബട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക. അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് ദി അബ്കാരി ആക്ട് അബ്കാരി ഇൻസ്പെക്ടർ മേ സമ്മൺ പേഴ്സൺ സസ്പെക്ടിങ് ഓഫ് ഒഫൻസ് അഗൈൻസ്റ്റ് അബ്കാരി ലോസ്. അപ്പൊ അബ്കാരി ലോസ് വയലേറ്റ് ചെയ്തുകൊണ്ട്, അബ്കാരി ലോസ് ലംഘിച്ചുകൊണ്ടുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വരുത്താൻ അധികാരമുള്ള വകുപ്പ് ഏതാണ്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, റെലവന്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും സെക്ഷൻ അതിലുണ്ടോ? നമുക്ക് സിലബസിൽ തന്നിട്ടില്ലാത്ത ഏതെങ്കിലും സെക്ഷൻ അതിലുണ്ടോ നോക്കൂ. ഈ പറയുന്നതിൽ ആരാണ് അബ്കാരി ഓഫീസർ അല്ലാത്തത്? അപ്പൊ അബ്കാരി ഓഫീസർ ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കണം. ആർക്കൊക്കെ അബ്കാരി ഓഫീസർ ആകാം? സബ് ഇൻസ്പെക്ടറിന് ആവാൻ പറ്റുമോ? ആവാം. അപ്പം എങ്ങനെയാണ് അത് ആവുന്നത്? അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഹു ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ദി ഹെഡ് ഓഫ് ഡിസ്ട്രിക്ട് യൂണിറ്റ് ഓഫ് എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ? ഹൈറാർക്കിയുടെ സിലബസ് ആണ്. ഹൈറാർക്കിയുടെ മൊഡ്യൂളിൽ നിന്ന് വന്ന ചോദ്യമാണ്. ആരാണ്? എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹൈറാർക്കി എടുക്കുമ്പോൾ എനിക്കൊന്നു അത് മാത്രമാണ് ഈ സിലബസിൽ ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ഭാഗം. ബാക്കിയൊക്കെ നമുക്കൊരു അത്യാവശ്യം ആവറേജ് എളുപ്പത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പോയിന്റ് മനസ്സിലായോ? യെസ്. 96 which of the following statement correctly describes excise enforcement and anti-narcotic special squad? ഈ ഒരു വാക്ക് തന്നെ എക്സാക്ട്ലി സിലബസിലുണ്ട്. The same word is in the syllabus. നോക്കൂ, ഇനി അടുത്തത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് യെസ്, വിച്ച് സെക്ഷൻ ഓഫ് ദി NDPS ആക്ട്സ് exempts addicts who volunteer for treatment from prosecution? NDPS ആക്ടിലെ സെക്ഷൻ, കാരണം നമ്മളത് ഞാൻ പറഞ്ഞു NDPS ആക്ടിൽ നിന്ന് ചില സെക്ഷനുകൾ വരും. ഓക്കെ, NDPS സിലബസിൽ പറഞ്ഞിട്ടില്ല. ഈ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം? ഈ സെക്ഷൻ കൃത്യമായി സിലബസിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു NDPS ആക്ടിലെ റെലവന്റ് സെക്ഷൻസ് ഞാൻ എടുക്കും. കാരണം ഞാൻ PYQs നോക്കിയതാ. അതായത് എന്താണ്, ഒരാള് മയക്കുമരുന്നിന്, നാർക്കോട്ടിക് ഡ്രഗ്സിന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന് അടിമയാണ്. അദ്ദേഹത്തെ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? അദ്ദേഹം പറയാണ്, കോടതിയിൽ നിന്നൊരു പ്ലീ ബാർഗെയിനിങ് പോലെ, BNSSലുള്ള പ്ലീ ബാർഗെയിനിങ് പോലെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഹി ഈസ് ബിക്കമിങ് റെഡി ടു അണ്ടർഗോ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സ്. അപ്പൊ കോടതി എന്ത് ചെയ്യും? അദ്ദേഹത്തെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നൊരു വിടുതൽ കൊടുത്ത് നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്നുള്ളൊരു ലൈനിൽ അദ്ദേഹത്തെ ഡി അഡിക്ഷനിലേക്ക് വിടും. അപ്പൊ NDPS ആക്ടിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട് എന്ന് ഓർത്തു വെക്കുക. ആന്റി ഡ്രഗ് അവയർനെസ് ഞാൻ പറഞ്ഞില്ലേ, ലഹരി വർജന മിഷൻ 2016. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഏതിൽ വരിക? നമ്മുടെ അവസാനത്തെ 2 മാർക്കിൽ വരിക. Question 19, intentionally conceal, destroy, alter, intentionally cause, conceal, destroy computer source code. അത് IT യിലേക്ക് വന്നു.
അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ 20 ഇപ്പൊ നമ്മൾ സിലബസിൽ പറയാത്തത് അല്ലെങ്കിൽ നമുക്ക് മിസ് ഔട്ട് ആവാൻ സാധ്യതയുള്ള 1-2 ചോദ്യമല്ലേ ഉള്ളൂ. കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, പഠിക്കുന്ന കാര്യം നിങ്ങളേക്കണം. അപ്പം അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് മാക്സിമം ഒരു 17 മാർക്ക് വരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 17 മാർക്ക് വരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഏത് ഭാഗത്ത് നിന്ന്? സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 20 പ്ലസ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 30 മാർക്ക്. അതിൽ നിന്ന് നമുക്കൊരു ആവറേജ് സ്റ്റുഡന്റിന് 25 മാർക്ക് ഓക്കെയാണ്, പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ തന്നെ 42 മാർക്കായി. എന്നിട്ടും ഒരു 50 മാർക്ക് ജനറൽ നോളജ് കിടപ്പുണ്ട്. അതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരു 30 മാർക്ക് അവിടെയും സ്കോർ ചെയ്യാം. മനസ്സിലാക്കണം, ഒരു 30 മാർക്ക് അല്ലെങ്കിൽ ഒരു 20 ചില്ലറ മാർക്ക്, ഒരു 25 പ്ലസ് മാർക്ക്, ഒരു 25 കൂട്ടിക്കോ. 50-ൽ 25 റീസണബിൾ ആണല്ലോ. 50-ൽ 25 പകുതി നമുക്ക് ശരിയാക്കാം. അപ്പൊ എത്രയായി? 25, 25, 50, 50ഉം 10, 67 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. പിന്നെ അപ്പം 67, ബാക്കി ഒരു 20 എണ്ണം തെറ്റിച്ചു എന്ന് കരുതിക്കോ. ഒരു 20 എണ്ണം തെറ്റിച്ചാലും നമുക്കൊരു 7 മാർക്കിനടുത്തേ പോവുള്ളൂ. എന്നാലും വി വിൽ ഹാവ് സം 60 മാർക്സ്. പോരെ? ലിസ്റ്റിൽ കയറാൻ ഇത് പോരെ? ജോലി കിട്ടാൻ ഈ മാർക്ക് പോരെ? സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് 17 മാർക്സ് ഈസ് വെരി ക്രൂഷ്യൽ. ഈ 17 മാർക്ക് വളരെ ക്രൂഷ്യലാണ്. ഒരു കാരണവശാലും അത് വിട്ടുകളയാൻ പാടില്ല. ഇക്കാര്യങ്ങൾ മനസ്സിലൊന്ന് വെക്കുക. മറ്റു സംശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ക്ലാസ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ സംശയങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ദൂലീകരിച്ചു പോകാം. അപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കൊരു അവബോധം തരിക. ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ പഠിക്കേണ്ടത് 3 നിയമങ്ങളാണ്. NDPS ആക്ട് പഠിക്കണം, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് നിർബന്ധമായും പഠിക്കണം. കോട്ട്പ ആക്ട്, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, കോട്ട്പ ആക്ട് പഠിക്കണം, റെലവെന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു നിയമമുണ്ട്, അബ്കാരി ആക്ട്. അബ്കാരി ആക്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ്, ഈ 3 നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരു 1000 അല്ലെങ്കിൽ 1500 രൂപ സ്പെയർ ചെയ്യാൻ കഴിയുന്നവർ ഇതിന്റെ പുസ്തകങ്ങൾ വാങ്ങുക. ഞാൻ നോട്ട് തരും, എന്നാലും നമുക്ക് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതിപ്പം പഠിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് ഭാവിയിൽ ജോലി കിട്ടിക്കഴിയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റെഫറൻസ് പുസ്തകം ഉണ്ടായിരിക്കും. ദാറ്റ്സ് ക്വൈറ്റ് ഗുഡ്, നല്ലൊരു കാര്യമാണ്. എനിക്ക് അത്രേ ഇപ്പൊ പറയാനുള്ളൂ. അല്ലാത്തവർ എന്ത് ചെയ്യുക? മേടിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവര് ഓൺലൈനിൽ നിന്ന് അതിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കുക. എത്ര സ്ലൈഡ് തന്നാലും ഞാൻ ക്ലാസ് എടുക്കുക ബെയർ ആക്ട് നോക്കിയിട്ട് തന്നെയായിരിക്കും. സ്ലൈഡ് ഇവിടെ കിടക്കുന്നുണ്ടാവും. എന്റെ ക്ലാസ്സുകൾ ബെയർ ആക്ട് നിയമത്തിൽ എന്ത് പറയുന്നു, ഈ സ്ലൈഡിലും ഈ ബെയർ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ സ്ലൈഡിലും ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അപ്പൊ അതിന് നിങ്ങളൊന്ന് തയ്യാറായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരാം. ഒന്ന്, പരീക്ഷയ്ക്ക് ഒരു 15 ദിവസം മുമ്പെങ്കിലും നിങ്ങളുടെ മുഴുവൻ സിലബസും തീർത്തിരിക്കും. കംപ്ലീറ്റ് സിലബസ് തീർത്ത് ഒരു 1-2 റിവിഷൻ ടെസ്റ്റും തന്നിട്ടേ ഞാൻ വിടുകയുള്ളൂ. റിവിഷൻ ക്ലാസ് കമ്പനി സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ റിവിഷൻ ക്ലാസ്സും തരും. അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി രണ്ടാമത്തത്, കംപ്ലീറ്റ് നോട്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് നോട്ട് എന്റെ ഭാഗത്തു നിന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ റീഡ് ദി ആക്ട്. ഞാനത് ഉറപ്പുവരുത്തും. നിങ്ങൾ ആ നിയമം വായിക്കുന്നുണ്ട്, ബെയർ ആക്ട് വായിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തും. ആ ബെയർ ആക്ട് എന്ന് പറഞ്ഞാൽ അബ്കാരി നിയമം എന്ന് പറഞ്ഞാൽ ഈ കട്ടിക്കുണ്ട്, ഒരു ഡിക്ഷണറിയുടെയൊക്കെ വലുപ്പമുണ്ട് അബ്കാരി നിയമത്തിന്. അത് മുഴുവൻ വായിക്കണമെന്നല്ല പറയുന്നത്. അതിലെ റെലവെന്റ് സെക്ഷൻസ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അത് നിർബന്ധമാണ്. അതിൽ നമുക്കൊരു ഒരു അണുവിട വ്യത്യാസം അല്ലെങ്കിൽ ഒരു അണുവിട വിട്ടുവീഴ്ച നിങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. പല കുട്ടികളും ചെയ്യും, ആദ്യത്തെ 2-3 ക്ലാസ് സ്കിപ്പ് ചെയ്യും.
എന്നിട്ട് ഇടയ്ക്ക് വന്ന് കയറും സാറ് പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. മക്കളെ, നിയമം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. മുമ്പ് പറയുന്ന നിയമത്തിന്റെ ബാക്കിയായിരിക്കും ഇപ്പൊ പറയുക. അപ്പൊ അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ കണക്ഷൻ കിട്ടണം. അപ്പം അതിന്റെ ആ ഒരു ഓർഡറിൽ തന്നെ ഇത് പോകണം. ഒന്നാമത്തത്. രണ്ടാമത്തത്, ക്ലാസ്സിൽ നോട്ടുണ്ട്, സ്ലൈഡ് ഉണ്ട്, എന്റെ കയ്യിൽ PDF ഉണ്ട് എന്നും പറഞ്ഞ് താടിക്ക് കയ്യും കൊടുത്ത് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കാതെ എന്താണോ സാറ് ക്ലാസ്സിൽ പറയുന്നത് അത് കുറിച്ചു വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. നിയമത്തിന് നിയമത്തിൻ്റെതായ ഭാഷയുണ്ട്. നത്തിങ് വിത്ത്സ്റ്റാൻഡിങ് ഇൻ ദിസ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിയമത്തിൻ്റെതായ ഒരു ഭാഷ നിയമത്തിനുണ്ട്. ആ ഭാഷയിലല്ല നമ്മൾ എഴുതുക. നമുക്കൊരു കാര്യം മനസ്സിലാവുന്ന ഭാഷയുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു സെക്ഷൻ നമ്മൾ എഴുതി വെക്കുക. അതാണ് നമ്മുടെ ക്വിക്ക് റെഫറൻസ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ബൈറാക്ട് എടുത്ത് വായിച്ചു നോക്കാൻ പറഞ്ഞാൽ പറ്റുകയില്ല. അപ്പൊ ഈ ഒരു പേപ്പറിൽ എന്താണ് റെലവന്റ് സെക്ഷൻസ്, അതിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ആ കാര്യങ്ങൾ എഴുതി കയ്യിലുണ്ടായിരിക്കണം. മൂന്നാമത്തത്, ഇവിടെ തരുന്ന ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ടെസ്റ്റുകൾ വളരെ വൈറ്റലി ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റുകൾ. കാരണം നമ്മുടെ നിലവാരം അളക്കുകയാണ്. നമുക്ക് ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് എന്തറിയാം, ഈ സെക്ഷന്റെ ഡീപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തറിയാം. ഓക്കെ, ഈ കുഴിച്ചു പോയാൽ അങ്ങ് അറ്റം വരെ കുഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിയമം. ഇപ്പം ഈ കോപ്റ്റ ആക്ടിൽ നിന്നൊരു കേസ് ലോ അങ്ങോട്ട് ഇടുന്നു, ചോദിക്കാൻ പാടില്ല എന്ന് സിലബസിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, കോപ്റ്റ ആക്ടിൽ നിന്ന് വേണമെങ്കിൽ കേസ് ലോ ചോദിക്കാം, കേസ് ലോ ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം ചോദ്യങ്ങൾ ഏത് രീതിയിലും വരും, നിയമത്തിൽ ഏത് രീതിയിലും ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ ആ ചോദ്യം, ഇപ്പൊ നിങ്ങളൊരു കാര്യം പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചു, ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു, നോട്ട് എഴുതിയെടുത്തു, ടെസ്റ്റ് എഴുതി, നിങ്ങൾ അവിടെ ചെന്നു, സ്പെഷ്യൽ ടോപ്പിക് നോക്കി, നിങ്ങൾക്കൊരു ചോദ്യം അറിയില്ല, അയ്യോ ഞാൻ പരീക്ഷ തോറ്റേ എന്നൊരു മനസ്ഥിതി പാടില്ല. ഇത്രയും പഠിച്ച നിങ്ങൾക്ക് ആ ചോദ്യം അറിയില്ല എങ്കിൽ ഒരാൾക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാൻ പോണില്ല. ഞാൻ ഒരിക്കലും പറയില്ല, മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറയുന്നുണ്ട് ഞങ്ങൾ ഫുൾ മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് മേടിച്ചു തരുമെന്ന്. ഐ എം എ പ്രാക്ടീസിംഗ് ലോയർ. ഐ ഹാവ് ബീൻ പ്രാക്ടീസിംഗ് ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് കേരള ഫോർ സെവറൽ ടൈം. അതിൽ നിന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങൾക്ക് ഒരിക്കലും നിയമം മുഴുവൻ പഠിച്ചു തീർക്കാൻ കഴിയില്ല. ഒരു 17 മാർക്ക്, 20ൽ 17 മാർക്ക് ഞാൻ ഉറപ്പ് തരും. അതിന്റെ മുകളിലോട്ട് എന്ത് കിട്ടിയാലും ബോണസാണ്. ഏറ്റവും നന്നായി പഠിക്കുന്ന LLB ഗ്രാജുവേറ്റ്, LLB പാസ്സായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോയി ഈ പരീക്ഷ എഴുതിയ, അബ്കാരി നിയമത്തിലും NDPS ആക്ടിലും മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോയി പരീക്ഷ എഴുതിയാലും 17 മാർക്ക് കടക്കില്ല. അത് അവരുടെ കുഴപ്പമല്ല, ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, 17 മാർക്കിന്റെ മുകളിലേക്ക് ഇപ്പൊ ചിലർക്ക് എന്താണ് അത്രമേൽ ലക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിന്റെ ഈ പറയുന്ന വളരെ ചുറ്റി വളഞ്ഞുള്ള ചോദ്യങ്ങൾ ഒഴിവായി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നു. യു ആർ ഏബിൾ ടു സ്കോർ 20 ഔട്ട് ഓഫ് 20. ബോണസ് ആണെന്നേ. 17ന്റെ മുകളിലോട്ട് എന്ത് കിട്ടിയാലും ബോണസാ. 17 മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. 15 മുതൽ 17 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ പ്രതീക്ഷിച്ചാൽ മതി. അതിന്റെ മുകളിലോട്ട് എന്ത് കിട്ടിയാലും ബോണസാ. പക്ഷെ ഈ 17 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാ മക്കളെ. 10 മാർക്ക് ഏത് കണ്ണുമുട്ടനും കിട്ടും. ഓക്കെ, വെറുതെ പുസ്തകം എടുത്ത് മറിച്ച് നോക്കി പോയാൽ ഒരു 10 മാർക്ക് കിട്ടും. ആ 10 ഇത് 17 മാർക്കിലോട്ട് എത്തിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് തരുന്ന ക്ലാസ്സുകൾ കേട്ട് നോട്ടുകൾ കൃത്യമായി എഴുതിയെടുക്കാതെ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പം അതുകൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം. നല്ല സ്കോർ വേണം, നല്ല പണിയെടുക്കണം. ഞാൻ പറഞ്ഞില്ല, ഒരു 75 ദിവസത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. ഓക്കെ, രാവിലെ കുറച്ച് സമയം ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിക്കുക. ഉച്ചയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്നിട്ട് കിടന്നുകൊണ്ട് കേട്ടാൽ മതി. ഓക്കെ, കിടക്കുന്ന സമയം അത് പക്ഷെ എന്തായിരിക്കണം എന്നറിയും, ഒരു തവണ കേൾക്കരുത്. നിങ്ങൾ എഴുതിയെടുക്കുന്നില്ല, കേൾക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഞാനൊക്കെ PSCക്ക് വേണ്ട സമയത്ത് ഞാൻ അതാ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യും, രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് യൂട്യൂബിൽ ഇട്ടിട്ട് എന്റെ തലേണയുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ കിടക്കും. ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങിപ്പോകും. പക്ഷെ ഉറങ്ങുന്നത് വരെ എന്താണ്, 2 or 3 കാര്യങ്ങൾ കേട്ടാൽ അത് കേട്ടതായിട്ട് തന്നെ എടുക്കും. അവൻ ഒരു 3-4 ദിവസം ചെയ്യുമെന്നാണ്, ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ മനസ്സിൽ നിൽക്കും. അങ്ങനെ നമുക്കൊരു 75 ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 4 ദിവസം വെച്ച് കണക്കാക്കിയ ഏതാണ്ട് ഒരു 20 മാസത്തിനടുത്തുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെയാ കിടക്കുന്ന സമയം, ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത്. പിന്നെ എന്താണ്, വൈകുന്നേരം കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കുക. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ദിസ് ആൻ ഈസി ടാസ്ക്. ഒരു ഒരു സർക്കാർ പരീക്ഷ എഴുതിയെടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ജോലിയാണ്. അൺലെസ് നിങ്ങൾ ഇപ്പോൾ എളുപ്പത്തിൽ നടന്നിട്ട്
ദിവസം 1 മണിക്കൂർ മാത്രം പുസ്തകം തുറന്നു നോക്കി, ആ കൊള്ളാം സാർ നന്നായിട്ട് ക്ലാസ് എടുത്തിരിക്കുന്നു, മതി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ യു വിൽ സഫർ. അത് സംശയമൊന്നും വേണ്ട, നല്ല കഷ്ടപ്പാടായിരിക്കും. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങളെ പറഞ്ഞില്ലേ 75 ദിവസം, ഒരു ദിവസം ഒരു 3-4 മണിക്കൂർ വെച്ച് മുടക്കടേ. 75 ദിവസത്തെ കാര്യമുള്ളൂ. 300 മണിക്കൂർ ഒന്ന് പഠിക്കണം. 75 ദിവസം കൊണ്ട് 300 മണിക്കൂർ എന്റെ മക്കളൊന്ന് പഠിക്കണം. ലൈഫ് സെറ്റായില്ലടോ. എന്താ പറയുന്നത്? ആകാശവും ഭൂമിയും മാറിപ്പോവും, ശമ്പളവും പെൻഷനും മാറിപ്പോകൂല. ജീവിതത്തിൽ നല്ലൊരു യൂണിഫോം, ഈ കാക്കിക്ക് വലിയ വിലയുണ്ടെന്നേ. ഒരു സ്ഥലത്ത് കയറി ചെന്ന, ഒരു കുടുംബ ചടങ്ങിന് കയറി ചെന്നാൽ കാക്കി ഇടുന്നതിന് ഒരു പ്രത്യേക വിലയുണ്ട്. പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മേക്ക് ദിസ് ചാൻസ് യുവർ ലാസ്റ്റ് ചാൻസ്. നിങ്ങൾ ആരും കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് PSC തൊഴിലാളികളാവാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ കുറെ ആൾക്കാരെ ഞാൻ ഈ PSC ഞാൻ പണ്ട് എഴുതിയിരുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കുറെ ആൾക്കാരെ കണ്ടിരുന്നു. അവർ PSC തൊഴിലാളികളാണ്. എത്ര വർഷം? 18ാമത്തെ വയസ്സ് മുതൽ PSC എഴുതുന്നു. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 36 ആവാറായി, ഏജ് ഓവറായി. ഇപ്പൊ 40 വയസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു കണക്കൂട്ടൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് PSC കിട്ടുന്നില്ല, പക്ഷെ ഇവർ പഠിക്കുന്നുണ്ട്. എല്ലാ ലോകത്തുള്ള ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഇവർക്ക് അറിയാം. നിക്കരാഗൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ അറിയാം, കപ്പയുടെ ശാസ്ത്രനാമം ചോദിച്ചാൽ അറിയാം, പക്ഷെ ഇവർക്ക് PSC കിട്ടുന്നില്ല. എല്ലാം പഠിക്കുന്നിടത്തല്ല നമ്മുടെ വിജയം. PSC കൃത്യമായിട്ട് സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസ് കൃത്യമായി പഠിച്ച് എന്തു പഠിച്ച് അത് എങ്ങനെ നമ്മൾ പേപ്പറിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോടെ? അപ്പൊ നമ്മൾ പഠിക്കേണ്ട രീതി വളരെ കൃത്യമാണ്, വളരെ സ്പഷ്ടമാണ്. ആർക്കും ഒരു സംശയവും വേണ്ട. ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ ടു യു. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? വരും ദിവസങ്ങളിൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, ആ പുസ്തകങ്ങൾ കഴിയുന്നവരെ റിക്വസ്റ്റ് പോലെ ഞാൻ വെക്കുകയാണ്. സാമ്പത്തികമായിട്ട് അതിന് ഒരു 1500 രൂപയെ വരുള്ളൂ. അത് മേടിക്കാൻ കഴിവുള്ളവർ അത് മേടിച്ചു വെക്കുക. അതല്ലാത്തവർ അതിന്റെ PDF എങ്കിലും കയ്യിലുണ്ടായിരിക്കണം. PDF-ഉം ഇല്ല, ഹാർഡ് കോപ്പിയും ഇല്ല, ഇത് രണ്ടും ഇല്ലാത്ത എന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാവുകയില്ല. കാരണം ഞാൻ ഈ സ്ലൈഡിൽ കാണിക്കുന്നതല്ല, ഞാൻ ബുക്ക് നോക്കിയിട്ടാ വായിച്ചിട്ടാ ക്ലാസ് എടുക്കുക. സോ അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ച് ഒന്ന് മുന്നോട്ട് പോവുക. സോ ഐ തിങ്ക് ഐ വിൽ വൈൻഡ് അപ്പ് ഫോർ ടുഡേ. We will meet you in the coming classes. Okay, thank you.